നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൈനംദിന സുവിശേഷ വിചിന്തനത്തിലേക്കും ധ്യാനത്തിലേക്കും നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം കത്തോലിക്കാ സഭയിലെ ഏറ്റവും മനോഹരമായ തിരുനാളുകളിൽ ഒന്നായ ഏറ്റവും പരിശുദ്ധമായ യേശുവിന്റെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണ്. തിരുഹൃദയ ഭക്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മിൽ നിന്ന് അകന്നിരിക്കുന്നവനല്ല എന്നതാണ്. നമ്മുടെ വേദനകളോടും പോരാട്ടങ്ങളോടും അവൻ നിസ്സംഗനല്ല. ജീവിതം പ്രയാസകരമാകുമ്പോൾ നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല അവൻ. മറിച്ച് നമ്മിൽ ഓരോരുത്തരോടും അഗാധ സ്നേഹത്തോടെ ജ്വലിക്കുന്ന ഹൃദയമുള്ള ദൈവമാണ്. ഈ ചാനലിൽ ആദ്യമായാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദയവായി ഈ ശുശ്രൂഷയെ പിന്തുണയ്ക്കുന്നതിനും ദൈവവചനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനുമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ യേശുവിന്റെ തിരുഹൃദയത്തിനായി തുറക്കാം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്ന ഒരു സംഭവം രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അവനിയും ഷാരോണും എന്ന യുവദമ്പതികൾ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസത്തിനായി ഒരുങ്ങുകയായിരുന്നു. വിവാഹ ഒരുക്കങ്ങൾ പൂർത്തിയായി. ക്ഷണക്കത്തുകൾ വിതരണം ചെയ്തു. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സന്തോഷത്തോടെ വിവാഹദിനം കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു ദുരന്തം സംഭവിച്ചു. വിവാഹത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ അവനി ഗുരുതരമായ വാഹനാപകടത്തിൽപ്പെട്ടു. അവൾക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറിമറിഞ്ഞു. അലങ്കാരങ്ങൾക്കൊന്നും ഇനി അർത്ഥമില്ല. പദ്ധതികൾക്കൊന്നും ഇനി വിലയില്ല. ആഘോഷങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. വിവാഹം മാറ്റിവെച്ചിരുന്നെങ്കിൽ ആരും അതിനെ കുറ്റം പറയുമായിരുന്നില്ല. പക്ഷേ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു. ഷാരോൺ അവളെ ഉപേക്ഷിച്ചില്ല. എല്ലാം ശരിയായ ശേഷം വിവാഹം കഴിക്കാം എന്ന് അവൻ പറഞ്ഞില്ല. പകരം അവൻ ആശുപത്രിയിലേക്ക് എത്തി. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ആശുപത്രി കിടക്കയിൽ കിടന്നിരുന്ന അവനിയുടെ കൈപിടിച്ച് അവൻ വിവാഹിതനായി. അവർ സ്വപ്നം കണ്ട വിവാഹം അതായിരുന്നില്ല. എന്നാൽ അത് സ്നേഹത്തിന്റെ യഥാർത്ഥ അർത്ഥം ലോകത്തിന് കാണിച്ചുകൊടുത്തു. സൂര്യപ്രകാശമുള്ള ദിവസങ്ങളിലല്ല സ്നേഹം തെളിയിക്കപ്പെടുന്നത്. കൊടുങ്കാറ്റുകൾ വീശുന്ന ദിവസങ്ങളിലാണ് സ്നേഹം പരീക്ഷിക്കപ്പെടുന്നത്. ഒരുമിച്ച് ആഘോഷിക്കുന്നതുകൊണ്ടല്ല സ്നേഹത്തിന്റെ അളവ് നിശ്ചയിക്കപ്പെടുന്നത്. ഒരുമിച്ച് സഹിക്കുന്ന വേദനകളാണ് സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നത്. യഥാർത്ഥ സ്നേഹം കൂടെയുണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിരുഹൃദയ തിരുനാളിൽ സഭ നമ്മെ ക്ഷണിക്കുന്നത് കൂടെയുണ്ടാകുന്ന ഒരു സ്നേഹത്തെ ധ്യാനിക്കാനാണ്. ഒരിക്കലും വിട്ടുപോകാത്ത ഹൃദയമാണ് തിരുഹൃദയം. ആദ്യ വായനയിൽ പ്രവാചകനായ ഹോശേയിലൂടെ ദൈവം പറയുന്നത് കേൾക്കാം. ഞാൻ എഫ്രയീമിനെ നടക്കാൻ പഠിപ്പിച്ചു, അവനെ എന്റെ കൈകളിൽ എടുത്തു. എത്ര മനോഹരമായ ചിത്രമാണിത്! ഒരു പിതാവ് തന്റെ കുഞ്ഞിനെ നടക്കാൻ പഠിപ്പിക്കുന്നു, പിടിച്ചു നിർത്തുന്നു, വഴി കാണിക്കുന്നു, സംരക്ഷിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. കുഞ്ഞ് വീണാലും അവനെ ഉപേക്ഷിക്കുന്നില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് ഇങ്ങനെയാണ്. പലരും ദൈവത്തെ അകന്നിരിക്കുന്നവനായി കരുതുന്നു. ചിലർ അവനെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നവനായി ചിത്രീകരിക്കുന്നു. മറ്റു ചിലർ തങ്ങൾ വിശുദ്ധരാകുമ്പോഴും വിജയിക്കുമ്പോഴും മാത്രമേ ദൈവം സ്നേഹിക്കൂ എന്ന് കരുതുന്നു. എന്നാൽ ഇന്നത്തെ വായന മറ്റൊരു ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. കരുണ നിറഞ്ഞ ഒരു ഹൃദയം, ദയ നിറഞ്ഞ ഒരു ഹൃദയം, മക്കളെ ഒരിക്കലും കൈവിടാത്ത ഒരു ഹൃദയം. ആ ദൈവഹൃദയം പൂർണ്ണമായി വെളിപ്പെടുന്നത് യേശുക്രിസ്തുവിലാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നു. യേശു ഒറ്റിക്കൊടുക്കപ്പെട്ടു, നിരസിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, ചമ്മട്ടികൊണ്ട് അടിക്കപ്പെട്ടു, കുരിശിൽ തറക്കപ്പെട്ടു. ശരീരം മുറിവുകളാൽ നിറഞ്ഞു, ശക്തി ക്ഷയിച്ചു. എന്നിട്ടും അവൻ സ്നേഹിക്കുന്നത് നിർത്തിയില്ല. ഒരു പടയാളി അവന്റെ പാർശ്വത്തിൽ കുന്തം കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറത്തേക്ക് ഒഴുകി. സഭാപിതാക്കന്മാർ ഈ സംഭവത്തിൽ തിരുഹൃദയത്തിന്റെ തുറക്കലാണ് കണ്ടത്. ആ ഹൃദയത്തിൽ നിന്നാണ് സ്നാനം ഒഴുകുന്നത്. ആ ഹൃദയത്തിൽ നിന്നാണ് ദിവ്യകാരുണ്യം ഒഴുകുന്നത്. ആ ഹൃദയത്തിൽ നിന്നാണ് കരുണയും ക്ഷമയും ഒഴുകുന്നത്. ആ ഹൃദയത്തിൽ നിന്നാണ് രക്ഷയും പ്രത്യാശയും ഒഴുകുന്നത്. മനുഷ്യന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ദൈവത്തിന്റെ ഉത്തരമാണ് തിരുഹൃദയം. ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ടോ? തിരുഹൃദയം പറയുന്നു, ഉണ്ട്. ദൈവം എന്നെക്കുറിച്ച് കരുതുന്നുണ്ടോ? തിരുഹൃദയം പറയുന്നു, ഉണ്ട്. അവൻ എന്നെ ഉപേക്ഷിക്കുമോ? തിരുഹൃദയം പറയുന്നു,
ഒരിക്കലുമില്ല. രണ്ടാം ലോകം മഹായുദ്ധകാലത്ത് ചിയുനെ സുഗിഹാര എന്ന ജാപ്പനീസ് നയതന്ത്രജ്ഞൻ ആയിരക്കണക്കിന് യഹൂദ അഭയാർത്ഥികളെ രക്ഷിക്കാൻ തന്റെ ജീവിതവും ഭാവിയും പണയം വെച്ചു. എന്തുകൊണ്ട്? കരുണ അദ്ദേഹത്തിന് സൗകര്യത്തെക്കാൾ പ്രധാനമായിരുന്നു. സ്നേഹം ഭയത്തെക്കാൾ ശക്തമായിരുന്നു. സ്നേഹം പ്രവർത്തിക്കാൻ അവനെ നിർബന്ധിച്ചു. യേശുവും നമ്മുവേണ്ടി അതുതന്നെയാണ് ചെയ്തത്. തിരുഹൃദയം ഒരു വികാരം മാത്രമല്ല. സ്നേഹം വെറും വികാരമല്ല. സ്നേഹം പ്രവർത്തിക്കുന്നു. സ്നേഹം ത്യാഗം ചെയ്യുന്നു. സ്നേഹം നൽകുന്നു. സ്നേഹം കൂടെയുണ്ടാകുന്നു. രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസ് പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും നമുക്ക് മനസ്സിലാകണമെന്നാണ്. അവൻ ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് അറിവ് മാത്രം ചോദിക്കുന്നില്ല, ആ സ്നേഹം അനുഭവിക്കാൻ കഴിയണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. പലർക്കും യേശുവിനെക്കുറിച്ച് അറിയാം, എന്നാൽ യേശുവിനെ ഹൃദയത്തിലേക്ക് കടത്തിവിടാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, ദൈവം നമ്മെ സ്നേഹിക്കാൻ അനുവദിക്കുന്നത് ചിലപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ പ്രയാസമാണ്. നാം ഇപ്പോഴും ചിന്തിക്കുന്നു, ഞാൻ കൂടുതൽ നല്ലവനായാൽ ദൈവം എന്നെ സ്നേഹിക്കും, എന്റെ ദൗർബല്യങ്ങൾ മാറിയാൽ ദൈവം എന്നെ സ്നേഹിക്കും. പക്ഷേ തിരുഹൃദയം പറയുന്നത് മറ്റൊന്നാണ്. നീ അവനെ സ്നേഹിക്കുന്നതിനു മുമ്പ് അവൻ നിന്നെ സ്നേഹിച്ചു. നീ അവനെ അന്വേഷിക്കുന്നതിനു മുമ്പ് അവൻ നിന്നെ അന്വേഷിച്ചു. നീ തിരികെ വരുന്നതിനു മുമ്പ് അവൻ നിന്നെ കാത്തിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ചിലർ തിരുഹൃദയ ഭക്തിയെ ഒരു ചിത്രം മാത്രമായോ പ്രതിമ മാത്രമായോ കരുതുന്നു. എന്നാൽ തിരുഹൃദയം യേശുവിൽ നിന്ന് വേറിട്ടതല്ല. തിരുഹൃദയം യേശുവാണ്. അവന്റെ സ്നേഹം ദൃശ്യമായ രൂപത്തിൽ വെളിപ്പെടുന്നതാണ് തിരുഹൃദയം. അവന്റെ കരുണ ദൃശ്യമായ രൂപത്തിൽ വെളിപ്പെടുന്നതാണ് തിരുഹൃദയം. അവന്റെ ദയ ദൃശ്യമായ രൂപത്തിൽ വെളിപ്പെടുന്നതാണ് തിരുഹൃദയം. ഇന്ന് യേശു നമ്മോട് ചോദിക്കുന്നു, എന്റെ ഹൃദയം നിങ്ങളുടെ ഹൃദയത്തെ മാറ്റാൻ നിങ്ങൾ അനുവദിക്കുമോ? യഥാർത്ഥ തിരുഹൃദയ ഭക്തൻ വീട്ടിൽ ഒരു ചിത്രം സ്ഥാപിക്കുന്നവൻ മാത്രമല്ല. അവൻ ക്ഷമിക്കുന്നു. അവൻ സേവിക്കുന്നു. അവൻ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നു. അവൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ജീവനുള്ള പ്രതിഫലനമാകുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പ്രോത്സാഹനം ആഗ്രഹിക്കുന്നുണ്ടാകാം. ആരെങ്കിലും ക്ഷമ തേടുന്നുണ്ടാകാം. ആരെങ്കിലും മറക്കപ്പെട്ടവനായി അനുഭവിക്കുന്നുണ്ടാകാം. ആരെങ്കിലും പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കാം. ഇന്ന് ആ വ്യക്തിക്ക് തിരുഹൃദയത്തിന്റെ സ്നേഹം എത്തിക്കുന്നവൻ നിങ്ങൾ ആയിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, കേരളത്തിലെ ആ ആശുപത്രി മുറിയിലെ കഥ നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. സുഖസൗകര്യങ്ങളിലല്ല യഥാർത്ഥ സ്നേഹം തെളിയിക്കപ്പെടുന്നത്. പ്രതിസന്ധികളിലാണ് അത് തെളിയിക്കപ്പെടുന്നത്. യേശുവിൽ നാം അതുതന്നെയാണ് കാണുന്നത്. മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ, ഇരുട്ട് ലോകത്തിലേക്ക് കടന്നുവന്നപ്പോൾ, വേദന സൃഷ്ടിയെ മുറിവേൽപ്പിച്ചപ്പോൾ യേശു വിട്ടുപോയില്ല. അവൻ നിന്നു. അവൻ സഹിച്ചു. അവൻ സ്നേഹിച്ചു. അവൻ എല്ലാം നൽകി. തിരുഹൃദയം കൂടെയുണ്ടാകുന്ന സ്നേഹമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആശങ്കകളും മുറിവുകളും ഭയങ്ങളും പ്രത്യാശകളും യേശുവിന്റെ സ്നേഹനിറഞ്ഞ ഹൃദയത്തിൽ സമർപ്പിക്കാം. ഇന്ന് നിങ്ങൾ ഏത് ഭാരം വഹിക്കുന്നവരായാലും ഈ സത്യം ഓർക്കുക. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നവരാണ്. നിങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. യേശുവിന്റെ ഹൃദയം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ഹൃദയത്തോട് സാദൃശ്യമുള്ളതാക്കണമേ. പ്രയാസങ്ങളിൽ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വേദനകളിൽ ക്ഷമിക്കാൻ പഠിപ്പിക്കണമേ. ത്യാഗത്തോടെ സേവിക്കാൻ പഠിപ്പിക്കണമേ. പ്രതിസന്ധികളിലും വിശ്വസ്തരായി നിലനിൽക്കാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും വൈദികരെയും ലോകമൊട്ടാകെയും നിന്റെ ദിവ്യസ്നേഹത്താൽ നിറയ്ക്കണമേ. ആമേൻ. ഇന്നത്തെ ധ്യാനത്തിൽ പങ്കുചേർന്നതിന് നന്ദി. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കും. യേശുവിന്റെ തിരുഹൃദയം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.